+2 ഫിസിക്സിലെ റേ ഒപ്റ്റിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ് ഡിറൈവ് മിറർ ഇക്വേഷൻ. 1/v + 1/u = 1/f ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ആദ്യം നമ്മളുടെ കയ്യിലൊരു ഡെറിവേഷൻ കിട്ടുകയാണെങ്കിൽ അത് റിലേറ്റ് ചെയ്ത ഡയഗ്രാം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡയഗ്രാം വരച്ച് വയ്ക്കുക. ഈ കേസിൽ കോൺകേവ് മിററിൻ്റെ ഒരു ഡയഗ്രാമാണ്. കോൺകേവ് മിററിൽ പോള്, പിന്നെ ഫോക്കസ്, പിന്നെ സെൻറ്റർ, പിന്നെ എന്താണ് AB എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഡയഗ്രാം വരയ്ക്കുക. ബാക്കി അടയാളപ്പെടുത്താനുള്ളതൊക്കെ അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞതിന് ശേഷം AB എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഒബ്ജക്റ്റാണ്. ആ ഒരു ഒബ്ജക്റ്റിൽ നിന്നും ലൈറ്റ് റേ എങ്ങോട്ടാണ് പാസ് ചെയ്യിപ്പിക്കേണ്ടത്, പോളിലോട്ട് പാസ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് പോളിലോട്ട് പാസ് ചെയ്യിപ്പിച്ചാൽ നമുക്കറിയാം അതേ ആംഗിളിൽ തന്നെ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. സോ ആ ഒരു ഇത് എന്ത് ചെയ്യുക, ഡയഗ്രത്തിൽ കാണിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒബ്ജക്റ്റിൽ നിന്നും സെൻറ്റർ ഓഫ് കർവേച്ചർ വഴി എന്ത് ചെയ്യുക, ഒരു ലൈറ്റ് റേയെ പാസ് ചെയ്യിപ്പിക്കുക. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ലൈറ്റ് റേ പാസ് ചെയ്ത് വിടുമ്പോൾ എന്താണ്, അത് അതേ പാത്തിൽ കൂടെ തന്നെ എന്ത് ചെയ്യും, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ എങ്ങോട്ടാണോ ഇങ്ങനെ ലൈറ്റ് റേ വരച്ചത് അതേ പാത്തിൽ കൂടെ തന്നെ എന്ത് ചെയ്ത് തിരിച്ച് വരും. സോ ഈ കേസിൽ സെൻറ്ററിൻ്റെയും പിന്നെ ഫോക്കസിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്തത്. ആ ഇമേജിനെ നമ്മൾ B' A' എന്നാണ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. B' A' എന്നാണ് ഇതിൽ മാർക്ക് ചെയ്തത്. നമുക്കറിയാം ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിനെയാണ് U എന്ന് പറയുന്നത്, ഇമേജിൻ്റെ ഡിസ്റ്റൻസിനെയാണ് V എന്ന് പറയുന്നത്, പിന്നെ F എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്, R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ PBA എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. ആ ഒരു വലിയ ട്രയാങ്കിളാണ്. ആ ഒരു ട്രയാങ്കിൾ PB' A' എന്ന് പറയുന്ന ട്രയാങ്കിളിനോട് കോൺഗ്രുവൻ്റ് ആണ്, തുല്യമാണ്. ട്രയാങ്കിൾ PBA കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ PB' A'. ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് സിമിലർ ആണ്. ആയതിനാൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, PB/PB' = BA/B' A' എന്ന് എഴുതാൻ പറ്റും. അത് ഫസ്റ്റ് ഇക്വേഷനാണ്. ഇനി രണ്ടാമത്തെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആ ഒരു ചെറിയ ട്രയാങ്കിളാണ് ട്രയാങ്കിൾ CBA. ട്രയാങ്കിൾ CBA കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ CB' A'. അതിൽ നിന്നും നേരത്തെ എഴുതിയതുപോലെ ഇങ്ങനെ എഴുതാം, CB/CB' = BA/B' A'. അത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഫ്രം 1 and 2 ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്നും സെക്കൻഡത്തെ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഇങ്ങനെ എഴുതാം, PB/PB' = അടുത്ത് നിങ്ങൾ വിചാരിക്കും BA/B' A' എഴുതാമെന്ന്. പക്ഷേ എന്താണ്, ആ രണ്ട് ഇക്വേഷനിലും BA/B' A' കോമൺ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, PB/PB' = CB/CB'. ഇനി PB/PB' = CBക്ക് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം, PB - PC എന്ന് എഴുതാനായിട്ട് സാധിക്കും. CBക്ക് പകരം നമുക്ക് PB - PC എന്ന് എഴുതാനായിട്ട് സാധിക്കും. അടുത്ത CB' പകരം നമുക്ക് PC - PB' എന്ന് എഴുതാനായിട്ട് സാധിക്കും. CBക്ക് പകരം നമ്മൾ PB - PC എന്ന് എഴുതി. പിന്നെ CB' പകരം PC - PB' എഴുതി. ഇനി PB എന്താണ്, പോൾ മുതൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസിനെയാണ് PB എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കതിനെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാം, -U കൊടുക്കുക. അടുത്ത് PB', പോൾ മുതൽ ഇമേജ് ഇരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കതിനെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയാം, -V കൊടുക്കുക. = PB - PC. PBക്ക് നമുക്ക് എന്താണ് -U കൊടുക്കുക. PC പോൾ മുതൽ ആ ഒരു സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്താണ് R എന്ന് കൊടുക്കുക. അപ്പോൾ PB - PCക്ക് പകരം -U - R ഡിവൈഡഡ് ബൈ PCക്ക് പകരം നമുക്ക് എന്താണ് R കൊടുക്കാം, -R - PB'. PB' വരെ നമുക്ക് -V അവിടെ കൊടുക്കാം. = പിന്നെ ഈ -R +R ആയിട്ട് മാറും. അപ്പോൾ =-U + R ഡിവൈഡഡ് ബൈ -R - V എങ്ങനെയാവും, -R + V ആയിട്ട് മാറും. അപ്പോൾ -U + R/-R + V. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, UR - UV = UV - VR. അടുത്ത സ്റ്റെപ്പായിട്ട് UR, അത് കഴിഞ്ഞ് എന്താണ്, ആ VRനെ =ന് ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. UR + VR = UV എന്ത് ചെയ്യുക, ഒരുമിപ്പിക്കുക. അപ്പോൾ 2 UV ഉള്ളതുകൊണ്ട് =2UV എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് എത്തണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ UVR വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, UR / UVR + VR / UVR = 2UV / UVR. ഇനി നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരേപോലെയുള്ള ടേം ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ UR / UVR ആണ് അല്ലേ. അതിൽ നിന്ന് URനെ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 1/V എന്ന് കിട്ടും. VR / UVRൽ നിന്നും VR കട്ട് ചെയ്ത് കളയുമ്പോൾ 1/U എന്ന് നമുക്ക് കിട്ടും. =2UV / UVR. അതിൽ നിന്നും UV കട്ട് ചെയ്യുമ്പോൾ 2/R എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷനിൽ നമ്മളൊന്ന് യോജിപ്പിക്കണം. 1/V + 1/U = 2/R എന്ന് കിട്ടും. ഇനി ആ ഒരു 2/Rൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/R/2 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം റേഡിയസിൻ്റെ പകുതി എന്താണ്, ഫോക്കൽ ലെങ്ത് ആണ്. ആയതിനാൽ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും, 1/V
പ്ലസ് 1/u ഈക്വൽ ടു 1/f. അങ്ങനെ നമ്മുടെ മിറർ ഇക്വേഷൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f. ഇതിൽ v എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്, u എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, ഫൈനലി f എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിറർ ഇക്വേഷൻ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ നോക്കിയിട്ടുണ്ട്. പല സ്റ്റെപ്സ് വെച്ചിട്ടും ഈ ഒരു ഇക്വേഷൻ പല രീതിയിലും ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് എന്താണ്, നിങ്ങൾ ഏത് സ്റ്റെപ്പ് യൂസ് ചെയ്താലും ഫൈനലി 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ ഇല്ലയോ എന്ന് പറയുക. എല്ലാവർക്കും താങ്ക് യു.